കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പം നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീകോവിലിൽ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത് നോക്കണ്ടേ. ആ അമ്പാടിയിലെ വിവിധ ഭാവങ്ങൾ ആയിട്ടായിരിക്കും ആ കളഭാലങ്കാരത്തിൽ ഭഗവാൻ നമ്മുടെ മുന്നിലെത്തുന്നത്. അപ്പോൾ നമുക്ക് ആ ദർശനം എന്ത് ദർശനമാണ്, ഏത് രൂപത്തിലാണ് എന്നൊക്കെ അറിയാൻ ഭയങ്കര ആകാംക്ഷയാണ്. ഉച്ചപൂജ കഴിഞ്ഞങ്ങോട്ട് തൊഴുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ്. കാരണം അതേവരെയുള്ള ആ ഒരു ഒന്ന് മാറ്റം വന്ന് പുതിയ പുതിയ ഭാവങ്ങൾ, പുതിയ രൂപങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ എത്തിക്കുകയാണ് ആ കണ്ണൻ. ആ ഭഗവാൻ തന്നെ ആ ഓദിക്കന്മാരുടെ കൈകളിലൂടെ, ആ മേൽശാന്തിയുടെ കൈകളിലൂടെ, ആ കളഭം കൊണ്ടുള്ള അലങ്കാരത്തിലൂടെ വിരിയുന്ന ആ രൂപഭംഗി അതൊന്ന് വേറെ തന്നെയാണ്. അത് കാണുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടില്ലെങ്കിൽ വളരെ നഷ്ടമാണെന്നാണ്. അത്രമാത്രം മഹത്തരമായൊരു കാഴ്ചയാണ് ആ കളഭാലങ്കാര കാഴ്ച. അപ്പോൾ നമുക്ക് അതായത് എന്താ വെച്ചാൽ ആ ഉച്ചപൂജയും ഒക്കെ കഴിഞ്ഞ് നേദ്യമൊക്കെ കിട്ടിയിട്ടുള്ള കണ്ണനെയാണ്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെയാണ്, അല്ലെങ്കിൽ മറ്റു രൂപങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ കിഴക്കേ നടയിലൊന്ന് പോയിട്ട് ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് നേരെ നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്നിട്ട് ആ ഗണേശനെ ഒന്ന് കണ്ട് തൊഴുത് നമുക്കിങ്ങനെ വരാം. ആ വാതിൽപ്പടി ഗോപുരവാതിൽ കടന്ന് ഇങ്ങനെ അകത്തേക്ക് വരാം. അങ്ങനെ വരുമ്പോൾ കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ മുന്നിലുള്ള വലിയ ബലിക്കല്ല് കാണാം. നേരെ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം. അതിന് നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി അങ്ങനെ കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം. അതേപോലെ വലതേ സൈഡിലെ ആദ്യത്തെ തൂണം നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്നായാലും നല്ല തിളക്കമായിരിക്കും. കാരണം എന്താ വെച്ചാൽ നെയ് വിളക്കാണ്, ആകെ നിറച്ച് നെയ് വിളക്ക്. അതും സ്വർണത്തിൻ്റെ വിളക്കും വെള്ളി വിളക്കുമാണ്. അതിലിങ്ങനെ നെയ്യൊഴിച്ച് കത്തിക്കുന്ന ആ ദീപനാളങ്ങൾ ഭഗവാന്റെ ആ ശരീരത്തിലുള്ള സ്വർണത്തിൻ്റെ അതേപോലെ കളഭത്തിലൊക്കെ ഇങ്ങനെ തട്ടി പ്രതിഫലിച്ച് നമ്മളുടെ നയനത്തിലേക്ക് വരുമ്പോൾ അതൊരു വളരെ മഹത്തരമായ കാഴ്ചയാണ്. അങ്ങനെ നോക്കി വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് ഇങ്ങനെ ഒരു ഉണ്ണി മുട്ടുകുത്തിയിട്ട് വരണു. മുട്ടുകുത്തിയിട്ട് വരുമ്പോൾ കാൽത്തളകൾ കാണാണ്ട് മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ എന്താ ചെയ്യണേ, ആ ഉണ്ണിയുടെ കയ്യിലൊരു ചെമ്പുണ്ട്. ആ ചെമ്പിൽ നിറച്ച് വെണ്ണ കേട്ടോ. അതിങ്ങനെ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നോക്കുമ്പോഴോ വലത്തെ കൈ കൊണ്ട് ആ വെണ്ണ എടുത്ത് കഴിക്കുകയാണ്. വെണ്ണയൊക്കെ ഇങ്ങനെ തുളുമ്പി പോവുകയാണ്, നിറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ പോയി എടുത്തിട്ടാ വരുന്ന വരവിലിങ്ങനെ എടുത്ത് കഴിക്കുക. അവിടെ ഇരിക്കാനൊന്നുള്ള നേരമില്ല, ആദ്യം ഇത് കഴിക്കട്ടെ എന്നാണ്. ആ കിട്ടിയ സാധനം ഞാൻ വെണ്ണ കഴിക്കട്ടെ, എനിക്ക് അത്ര ഇഷ്ടമുള്ളതല്ലേ, അമ്മ വരുന്നതിന് മുന്നേ ഇത് മുഴുവൻ കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. ആ ചെറിയ ഒരു കുടമാണ്, ആ കുടം നിറച്ച് വെണ്ണയാണ്. കുടം തന്നെ കലം, ആ കലം നിറച്ച് വെണ്ണ ഇങ്ങനെ തൂവി നിൽക്കുക. അപ്പോൾ അതാ എടുത്തപ്പോൾ ഇങ്ങനെ തെറിച്ചിങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ആ കലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കാണാണ്ട് വേറെ വശത്തേക്ക് ഇങ്ങനെ ഇതായിട്ട്. അതേപോലെ കയ്യിൽ ഉണ്ണി എടുക്കുന്നതിലും കുറേശ്ശെ ഇങ്ങനെ പോകുന്നുണ്ട്. അത് കുറച്ചെടുത്ത് കഴിക്കില്ലല്ലോ, അങ്ങോട്ട് വാരിയിട്ട് എടുത്തിട്ടാണേ, അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് വാരിയിരുന്നു. കയ്യിൽ അങ്ങോട്ട് എടുത്തിട്ട് അമ്മന്ന് കഴിക്കുകയാണ്. എന്തൊരു രസമാണെന്നൊരു ആ കാഴ്ച, വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ആ വെണ്ണ ഇങ്ങനെ വയലും ഉണ്ട്, നിറച്ച് കയ്യിലും ഉണ്ട്. അങ്ങനെ ആ ഓടക്കുഴലൊക്കെ ഇങ്ങനെ ഇടത്തെ കയ്യിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കാണാണ്ട് നല്ലൊരു കാഴ്ച കേട്ടോ. അങ്ങനെ ആ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ എന്തൊരു തേജസ്സാണ്, വളരെ മനോഹര. ചിരിച്ചുകൊണ്ട് ആ വയറൊക്കെ നിറഞ്ഞു. ആ വെണ്ണ മൊത്തം കിട്ടിയില്ല, എനിക്ക് മൊത്തം കിട്ടിയില്ലോ എന്നാ. ഇതിപ്പോൾ ഇനി ആർക്കാ എന്താ വേണ്ടിച്ച കൊടുക്കാം, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണ് ആരൊക്കെ വേണ്ടേ. അരമണിയൊക്കെ ഇങ്ങനെ നാന്ന് കിടക്കുന്നുണ്ട്. അതേപോലെ കിങ്ങിണിയൊക്കെ അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ മാങ്ങാമാലയും അതേപോലെ വളയം പോലത്തെ മാലയും ഒരു പതക്കം പോലത്തെ മാലയൊക്കെ കഴുത്തിലുണ്ട്. അതിങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. അങ്ങനെ നല്ല രസമായിട്ടുണ്ട്. അതേപോലെ കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, ഗോപീതിലകം വെച്ചിട്ടുണ്ട്, പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. അതൊക്കെ അലങ്കാരമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഇപ്പം മേലൊക്കെ വെച്ച് തേച്ചിട്ടുമുണ്ട്. അതായത് ആ വെണ്ണ മൊത്തം മേലൊക്കെ എണ്ണു. അത് അവിടുന്ന് എടുത്തപ്പോഴേ
പോയേണ്ടത്. പിന്നെ ഇപ്പോൾ കുറച്ച് നമ്മൾ കഴിക്കുകയും ചെയ്യുക, കുറച്ച് നമ്മൾ മേല് തേക്കുകയും ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ആ വികൃതിയായിട്ടുള്ള ഉണ്ണി നന്നായിട്ട് ആ വെണ്ണക്കണ്ണനായിട്ടാണ്. വെണ്ണക്കൂടെ അടുത്ത് പിടിച്ച് വെണ്ണ കഴിക്കുന്ന ഉണ്ണിക്കണ്ണനാണ് ഇന്നത്തെ ശ്രീലകത്തെ അലങ്കാരം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മൾ ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് നോക്കുന്ന ആ കാണുന്ന കാഴ്ചയാണ് എല്ലാവരുടെയും മനസ്സിൻ്റെ കൂടെ ഇങ്ങനെ വരിക. എന്നെ ശ്രവിക്കുന്ന സമയത്ത് നമ്മൾ ആ സോപാനപ്പടിയിലേക്ക് നോക്കി നിന്ന് തൊഴുതോളൂ കേട്ടോ. ആ വെണ്ണക്കണ്ണനെ, ആ കുസൃതി കണ്ണനെ കണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും, വിഷമമായാലും സന്തോഷമായാലും സങ്കടമായാലും എന്ത് തന്നെ ആയാലും എല്ലാം ആ സോപാനപ്പടിയിൽ നിന്നിട്ട് ആ സോപാനത്തിൽ അവിടെ ആ ഭഗവാന്റെ തിരുനടയിലങ്ങോട്ട് ഇറക്കി വയ്ക്കാം. നമ്മുടെ എല്ലാ വ്യതകളും ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ വാക്കുകളായിട്ട് അങ്ങനെ പരിണമിച്ച് ഭഗവാന്റെ തൃപ്പാദത്തിലെത്തുക. അപ്പോൾ നമ്മുടെ മനസ്സ് ആ ഭഗവാന്റെ തൃപ്പാദത്തിൽ ഇങ്ങനെ എത്തിയിട്ട് ആ ആനന്ദത്തിലിങ്ങനെ ആ മായക്കാഴ്ചയിൽ ഇങ്ങനെ ആറാടി നിൽക്കുമ്പോൾ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ആ ഭഗവാൻ നടത്തി തരും. എന്ത് തന്നെ ആയാലും ഭക്തരിൽ ദാസനായിട്ടുള്ള ആ നമ്മുടെ ഉണ്ണിക്കണ്ണൻ നമ്മൾ എന്താവശ്യപ്പെട്ടാലും അത് നടത്തി തരും എന്നാണ്. അത് ആ ഭക്തിപൂർവമായിരിക്കണം എന്ന് മാത്രം. അങ്ങനെ നമ്മൾ കാണുന്ന ആ കാഴ്ചയാണ് കേട്ടോ ഭഗവാന്റെ ശ്രീലകത്തു നിന്നുള്ള ആ ഉണ്ണിയുടെ കാഴ്ച. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ. അങ്ങനെ തൊഴുത് നമ്മളെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ ആ ബലിക്കല്ല് നോക്കിയിട്ട് തൊഴാം. അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴുത്, അതേപോലെ തിടപ്പള്ളി നോക്കി തൊഴുത്, അങ്ങനെ ആ ചുവരിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആദ്യത്തെ ആ വലിയ ഭണ്ഡാരത്തിൻ്റെ ചുവരിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആലിലക്കണ്ണനെ കാണാം, കണ്ട് തൊഴാം. പിന്നെ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരികയാണ്. വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വന്നാലോ, വിഘ്നേശ്വരൻ്റെ അടുത്ത് വരുമ്പോൾ അവിടെ കയറുമ്പോൾ കുറച്ചൊക്കെ ഒരു തിരക്ക് കാണാണ്ട്, എന്നാലും അതിലൂടെയൊക്കെ ഇങ്ങനെ വന്ന് തൊഴുത് ആ ഭഗവാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ അതേപോലെ തന്നെ സന്തോഷമാണ്. അവിടുത്തെ ഉണ്ണിക്കും സന്തോഷം, ഗണേശനും സന്തോഷം. അങ്ങനെ നല്ല രസമായിട്ടുണ്ട് കാഴ്ച. ഒരു കദളിപ്പഴം കിട്ടിയിട്ടുണ്ട്, അതാണ് സന്തോഷമേ. അങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ ചന്ദനമൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ട് കൊമ്പ് തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ നല്ല രസമായിട്ട്, പിന്നെ മാലകളുണ്ട്, അങ്ങനെയുള്ള ആ അലങ്കാരമാണ്. അങ്ങനെ കണ്ടു വരുന്ന ആ ഒരു കാഴ്ച. അപ്പോൾ എല്ലാവരും ഗണേശനെ കണ്ട് തൊഴുതോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക, സരസ്വതി ദേവിനെ കാണാം. ഇനിയിപ്പോൾ മഹാനവമി വിജയദശമിയൊക്കെ ആയി, അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളായി. ഇനി നമുക്ക് അതിൻ്റെ വീഡിയോസും കൂടി ഇടണം, അടുത്തല്ലോ. അപ്പോൾ പൂജവെപ്പും കാര്യങ്ങളൊക്കെയാണ്, അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് പറയണം. അങ്ങനെ നമുക്ക് ആ ഭഗവതിയുടെ, അതായത് സരസ്വതിയുടെ അടുത്ത് പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ നേരെ വന്ന് ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് ആ വരാഹത്തിൻ്റെ അടുത്തുള്ള ക്രൂരമേനെയൊക്കെ കാണാം കേട്ടോ. അങ്ങനെ കണ്ട് തൊഴുത് മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതൊക്കെ വാങ്ങിയിട്ട് വാമനരൂപവും ഗജേന്ദ്രമോക്ഷവും അതേപോലെ വിഷ്ണുവിൻ്റെ അതൊക്കെ കണ്ട് നേരെ അനന്തപത്മനാഭസ്വാമീനെ കാണാനായിട്ട് ഇങ്ങനെ വരാം. അവിടെ ചെല്ലുമ്പോൾ നിറച്ച് പൂക്കളുണ്ട് കേട്ടോ. കണ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട തുളസികളാണ് ധാരാളം, അതേപോലെ ആ താമര, അങ്ങനെയുള്ള ആ ഒരു കാഴ്ചയാണ് അനന്തപത്മനാഭസ്വാമിയുടെ അവിടെ കണ്ട് തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകു വശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ കാണാം. ശ്രീരാമൻ, ബലരാമൻ, ഭാർഗവരാമൻ അങ്ങനെയൊക്കെ കണ്ട് വന്ന് ചെറിയ കൃഷ്ണൻ അതൊക്കെ കണ്ട് അങ്ങനെ മുരുകൻ്റെ അടുത്ത് വരിക. മുരുകൻ്റെ അവിടെ ഭസ്മാഭിഷേകമൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അതേപോലെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇന്നൊരു ലിഖിതമാല ഉണ്ട്, അതേപോലെ ഒരു കുങ്കുമമുണ്ട്, പിന്നെ വെറ്റിലമാലയുണ്ട്. അത് അവിടെ കണ്ട് തൊഴുതോളൂ കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി.
ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് വരുമ്പോൾ ആ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കഴിഞ്ഞ് നേരെ താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കാണാം, മൊത്തമായിട്ടും കാണാം. അപ്പോൾ കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ നമ്മൾ നൃത്താറയിലും അതേപോലെ മണിക്കിണറൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയും ഒക്കെ കണ്ട് തൊഴുത് അങ്ങനെ ആ മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. എന്നിട്ട് വടക്കേ നടയിലൂടെ പുറത്തേക്ക് വരാം. പുറത്തേക്ക് വന്നതിന് ശേഷം പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി പോരാം. അങ്ങനെ ഭഗവതിയുടെ അടുത്തേക്ക് പോവുക. ഇടത്തരികത്ത് കാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കുറച്ചൊക്കെ ഒരു തിരക്കുണ്ട്. അങ്ങനെ അവിടെ വരുമ്പോൾ ഇന്നിപ്പോൾ ഭഗവതി അങ്ങനെ ഗോളക ആണ്, മുക്കാൽ ഭാഗത്തുള്ള ഗോളക ആ രൂപത്തിലാണ്. പിന്നെ താഴെ നല്ല പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്, അരമണിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതേപോലെ വലിയൊരു മാല വെച്ചിട്ടുണ്ട്, തുളസി മാലയും തെച്ചിപ്പൂവൊക്കെയാണ്. അതേപോലെ ആ ശിവേലി വിഗ്രഹത്തിനും അതേപോലെ തന്നെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മേനെ കണ്ട് പ്രാർത്ഥിക്കുക. താമര കൊണ്ട് ധാരാളം അർച്ചന കഴിഞ്ഞിട്ടുണ്ട്, താമര ഇതളുകൾ ഇങ്ങനെ കാണാണ്ട്. അപ്പോൾ അമ്മേനെ എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാലും അമ്മയൊരപ്പനെ പ്രാർത്ഥിക്കുക. തിരിഞ്ഞു നിന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക. എന്നിട്ടൊന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് ഇങ്ങനെ വരിക. അതിന് ശേഷം നമ്മൾ നേരെ വന്ന് ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് നമ്മുടെ വെണ്ണക്കണ്ണനെ ഒന്നുകൂടി കാണാം, ഉണ്ണിക്കണ്ണനെ. ആ കുസൃതി കണ്ടാലും മതി വരില്ല, അത്രയ്ക്കും രസമാണ്. എന്നിട്ട് അവിടെ നിന്ന് നമസ്കരിച്ച് കൂത്തമ്പലത്തിൻ്റെ അവിടെയും വന്ന് ഒന്ന് തൊഴുത് നമസ്കരിച്ച് ഇങ്ങനെ വരാം അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക്. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒന്ന് മഞ്ഞ പട്ടുടുപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ധാരാളം കളവങ്ങനെ, അതായത് ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. നന്നായിട്ട് നല്ല സ്വർണത്തിൻ്റെ കസവൊക്കെ ഉള്ള ആ ഒരു കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. ധാരാളം വലിയ മാലകൾ അണിഞ്ഞിട്ടുണ്ട്, ആ ചെവിയിലുണ്ട്. അതേപോലെ വലിയ ഗോപി വെച്ചിട്ടുണ്ട്, കിരീടമൊക്കെ വെച്ചിട്ടാണ് അയ്യപ്പസ്വാമി. അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കണ്ട് തൊഴാം. അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കാണാം. പിന്നെ അങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ അന്നലക്ഷ്മി ഹാളിൻ്റെ അപ്പുറത്തേക്ക് കടന്നാൽ നാരായണാലയം കാണാം. അവിടെ ആ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹവും മറ്റു വിഗ്രഹങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ തൊഴുത് നമ്മൾ നേരെ വരുന്നത് ഭഗവതിയുടെ അവിടെ ഒന്നുകൂടി തൊഴാം. പിന്നെ ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഉണ്ണിയെ ഒന്നുകൂടി കണ്ട് തൊഴുത് നമ്മൾ തെക്കേ നടയിലേക്ക് വരികയാണ്. തെക്കേ നടയിൽ വരുമ്പോൾ ദൂരെ നിന്ന് തന്നെ കാണാം കൂവളത്തെ. ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയൊക്കെ അങ്ങനെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. അതുപോലെ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. പ്രത്യേകമായിട്ട് പറഞ്ഞത് മുരളീധരൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ടാണ്. ഇന്ദിര ഉത്രത്തിൻ്റെ കാലുവേദനയാണ്, അപ്പോൾ കിടക്കുകയാണ്, അവിടുന്ന് എണീക്കാൻ വേണ്ടിയിട്ടാണ്. മഹിളാമണി ചോതി അസുഖം മാറാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഋഷഭാരോഹിണി അവർക്ക് വിവാഹം നടക്കാനും ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. ആദർശ് ഉത്രാടം വിവാഹം നടക്കാൻ വേണ്ടിയിട്ട്. നന്ദകൃഷ്ണ ഭരണി അനഘ തൃക്കേട്ട അതുല്യ തൃക്കേട്ട അവർക്കും ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരാൻ വേണ്ടിയിട്ട്
നമുക്ക് ഗുരുവായൂരപ്പനോട് ആ ഉണ്ണിക്കണ്ണനോട് പ്രാർത്ഥിക്കാം കേട്ടോ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.